അതായത് എന്ത് ഒരു കാരണവശാലും നിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ, അല്ല ആരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും നിലനിൽക്കുന്ന ഒരേ സംവിധാനത്തിൻ്റെ ഭാഗത്താണ്. ഒരാൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നതിനകത്ത് ആക്ച്വലി വലിയ കഥയൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ജീവിക്കുന്നതിന് കാരണം ഒന്ന് തന്നെ. അതുകൊണ്ട് നമുക്കവിടെ ഐക്യമാണ് വേണ്ടത്. മനസ്സിലായി? ഐക്യമാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ സഹായിച്ചിട്ട് ഒരാൾ രക്ഷപ്പെട്ടെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. ഈ സഹായിക്കുന്ന ആൾക്കാർ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു മുൻഗണന കിട്ടുകയില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരുമായിട്ടുള്ള സഹകരണത്തിന് അവിടെ ഒരു കോട്ടം സംഭവിക്കുക. ഒരാൾ സാവകാശം നേതാവാകുകയാണ്, എന്നുവെച്ചാൽ തന്നെത്താൻ നേതാവാകുകയാണ്. എന്നിട്ട് ഈ നേതാവാണ് പിന്നെ കളിക്കുന്നത്. പിന്നെ ഈ നേതാവ് പറയണതാണ് പിന്നെ ബാക്കിയുള്ളവർ കേൾക്കുന്നത്. അല്ലാണ്ട് ജീവൻ്റെ സാന്നിധ്യം അവിടെ പിന്നെ ആരുടെയും ശ്രദ്ധയിൽ ഇല്ലാണ്ടാകുന്നു. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ മാത്രമാവും. അവനവനുള്ള ശ്രദ്ധ അവിടെ നഷ്ടപ്പെടും. അതെ 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 അതെ. ഇങ്ങനെ തന്നെ ഗുരുക്കന്മാരും ഉണ്ടാണ്. കാരണം ഒരു ഗുരു ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും സേഫായെന്നുള്ള രീതിയിലാണ്. ഗുരു പറഞ്ഞ കേട്ടാൽ മതി. പക്ഷെ അത് ഗുരുവിടെ ഭാഗത്താണെങ്കിലോ ഗുരുവിനും അതൊരു ബുദ്ധിമുട്ടല്ലേ? ഗുരു ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കുറേ. അല്ലെ, ഗുരു എന്ന് പറയുന്ന ആളും അറിയത്തില്ല. ഇയാൾക്ക് എന്തോ ഒരു അറിവ് കിട്ടി, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് എന്താണ്ട് പ്രത്യേകത ഉണ്ടെന്ന് ഇയാൾ തന്നെ ചിന്തിക്കുക. ഞാൻ കാരണമാണ് ഇത്രയും പേര് രക്ഷപ്പെട്ടത്. എന്തോ ഇല്ല. അപ്പം ഗുരുവും ഇങ്ങനെ ആ വ്യക്തി ഗുരു എന്ന് പറഞ്ഞ സംഭവം ഇല്ല. മനസ്സിലായി? ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞ് ഒരു സ്ഥാനം കൊടുത്തിട്ട് ഇയാൾ ഇതിങ്ങനെ അങ്ങോട്ട് ഇയാൾ ആസ്വദിക്കുക. കാരണം മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇയാൾക്ക് പറയാൻ പറ്റുന്നു. ആസ്വാദനത്തിന്റെ ഭാഗം പറഞ്ഞത് അത് ശരിക്കും ഒരു ആസ്വാദനമാണോ? അല്ല, ഇയാൾ അവർക്ക് അല്ല ഇയാൾ നീ എൻ്റെ അടുത്ത് വന്നൊരു കാര്യം ചോദിക്കുന്നത്, എനിക്ക് അതിന് മറുപടി തരാൻ സാധിച്ചു. അപ്പം നീ മറ്റുള്ളവരോട് ഇനി ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി തരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ എന്നെ ആശ്രയിക്കും തോറും ഞാൻ അവിടെ നീ വന്ന് ചോദിക്കുന്നുണ്ടല്ല, അവിടെ എനിക്ക് എന്താണ്ട് കഴിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനും മാറി കുത്തിയിരിക്കുന്നത്. സത്യത്തിൽ നിനക്കുള്ള കഴിവ് തന്നെയാണ് എനിക്കും ഉള്ളത്. എനിക്കുള്ള കഴിവ് തന്നെ നിനക്കും ഉണ്ട്. ഞാനിതെങ്ങനെയാണ് പറഞ്ഞത് അതേ ഭാഗം നീ എന്നിലും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നാൽ മതി. നീ നിന്റെ ശ്രദ്ധിക്കു വച്ചേ. അല്ലെങ്കിൽ ഞാൻ ഓരോ തവണ വരുമ്പോഴും താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. അത് താങ്കൾക്കൊരു ബുദ്ധിമുട്ടില്ല. അത് എൻ്റെ കാരണം എനിക്കത് ഞാൻ അനുകൂലമാക്കും. കാരണം നീ വരുമ്പോഴത്തേക്കും ഒരു 10 രൂപ 10 രൂപ മേടിക്കും. മനസ്സിലായി? പിന്നെ പറയാം എൻ്റെ തുണിയൊന്നും അലക്കിട്ട് പോകണം കേട്ടാ. അപ്പം ഇങ്ങനെ ചില വേസ്റ്റ് പരിപാടിയിലോട്ട്, മനസ്സിലായ, കുറച്ച് വേസ്റ്റ് പരിപാടിയിലോട്ട് മാറും. അപ്പോൾ നീ വരുമ്പോഴത്തേക്കും ഗുരുവിൻ്റെ ഉടുപ്പ് കഴുകി കൊടുക്കണം, ഗുരുവിൻ്റെ വീട് വൃത്തിയാക്കി കൊടുക്കണം, ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഗുരു നോക്കുമ്പോഴത്തേക്കാണ് ഞാൻ പണിയൊന്നും എടുക്കണ്ടല്ല. മനസ്സിലായി? ഞാനിതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണതിന് അവരെനിക്ക് തരേണ്ട കൂലിയാണെന്ന് അങ്ങോട്ട് സ്ഥാപിക്കും. മനസ്സിലായി? അല്ലാണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഭാഗത്താണെങ്കിൽ എല്ലാവർക്കും വേണ്ടതാണ് ഭക്ഷണം കഴിക്കണം. എല്ലാവരും ഞാൻ എന്നെ തന്നെ കുളിപ്പിക്കുകയല്ലേ വേണ്ടത്. അല്ലാണ്ട് നീ എന്നെ കുളിപ്പിച്ച് തരണ ഭാഗം ചിന്തിച്ചാൽ ശരിയാവുക ഇല്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം, എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണം. അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണം. എല്ലാവരുടെയും കാര്യം തന്നെ. ഇപ്പോൾ ഭക്ഷണം 10 പേരുണ്ടെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നു. അപ്പം അവിടെയാണ് ഈ സുപ്പീരിയോറിറ്റി വരുന്നത്. മനസ്സിലായി? അവിടെയാണ് ഈ പ്രശ്നവും തുടങ്ങുന്നത്. എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഭാഗവും എങ്ങനെയാണെന്നുള്ള ഭാഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപോലെയാണ് പോകുന്നത്. ഈ ഗുരുക്കന്മാരുള്ളതാണ് ലോകത്തിൽ ഇത്ര യുദ്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉള്ളത്. കാരണം ഒരാൾ പറയുന്ന തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നു. ഇത് എല്ലാവരും ജീവിക്കുന്ന ഒരുപോലെയല്ലേ. അപ്പോൾ ഈ പൊട്ടത്തരം മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമാധാനം ഉണ്ടാകും. അതിന് ഓരോരുത്തർ അവരവരുടെ യാഥാർത്ഥ്യ ബോധത്തിലോട്ട് എത്തണം. എല്ലാവരും തിരിച്ചറിയണം. മനസ്സിലായി? ഞാൻ ഇങ്ങനെ ഒരു മറ്റൊരാളുടെ തീരുമാനത്തിൻ്റെ അണ്ടറിൽ വരേണ്ടതല്ല. എനിക്ക് എന്നെ ഇത് മര്യാദക്ക് തിരിച്ചറിയാനുള്ള ഭാഗമുണ്ട്.
ഏറ്റവും കൂടുതൽ ഈശ്വരവിശ്വാസമാണ് മനുഷ്യനല്ലാണ്ടാക്കുന്നത്. ഈശ്വരവിശ്വാസമാണ്, എല്ലാ വിശ്വാസവും മനുഷ്യൻ്റെ ബോധത്തെ മറച്ചു കളയുന്നതാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള അവസ്ഥയെ വായിക്കാനുള്ളൊരു കഴിവുണ്ട്. നമ്മളെ എൻവയോൺമെൻറ്റുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കണം, അത് വായിച്ചെടുക്കണം, അതറിയണം. ഓക്കെ, ഇതെന്താണ് ചുറ്റുപാട് നടക്കുന്നത് നമ്മൾ അറിയണം. അത് ഒരു നോർമൽ വായനയാണ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഭാഗമുണ്ട്. ഇത് ഇനി പകരം പുസ്തകം എടുത്ത് വായിക്കും. പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക അറിവ് കിട്ടും. ഏതോ കാലഘട്ടത്തിലുള്ള ഒരു അറിവ് കിട്ടും, അല്ലെങ്കിൽ മറ്റാളുടെ ഒരു അറിവ് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ ഇത് എവിടെയാണ് കൊള്ളിക്കാൻ പറ്റുന്നത്? എൻ്റെ ഡെയിലി ലൈഫിൽ ഇത് എവിടെ? ഇപ്പോൾ ചിലവർ പറയുന്നത് പവർ ഓഫ് നവ്, കാട്ടയുടെ പവർ ഓഫ് നവ് എന്നും പറഞ്ഞൊരു ബുക്കിൻ്റെ കാര്യം പല ആൾക്കാരും പറയും. ഇത് വായിച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതെവിടെയെങ്കിലും കൊള്ളിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധ ഗ്രന്ഥം എടുത്ത്, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ബൈബിൾ എടുത്തിട്ട് ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? കഷ്ടകാലമാണ്. കാരണം നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ കൃത്യമായിട്ട് കാണുന്ന അവസ്ഥയിലാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഖുറാൻ്റെ ഭാഗമൊക്കെ വായിച്ചിട്ട് അതെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ റിയാലിറ്റി മറഞ്ഞു പോകുന്നു. എന്നിട്ട് സങ്കല്പിക്കുക, ഞാൻ ചെയ്തത് ശരിയല്ലേ, ഞാൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തത് ശരിയല്ലേ, എനിക്കെന്നിട്ട് എന്താ ഫലം കിട്ടാത്തത്, എന്ത് ഫലമാണ് കിട്ടാനുള്ള? ഫലമൊന്നും കിട്ടാനില്ല. നമ്മൾ ജീവിച്ചാൽ മതി. ഇത് പലരും ആ പുസ്തകത്തിനോടും ഗുരുക്കന്മാരോടൊക്കെയാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും. അവനവനോട് ആത്മാർത്ഥതയൊന്നും. അതും സത്യസന്ധത എന്ന് പറയണത് എൻ്റെ അറിവ് വെച്ച് ഞാൻ വായിച്ച കാര്യമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കിടന്ന് പാടുപെടുകയും ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി, റൊട്ടീൻ ഉണ്ടാക്കി, ശീലം ഉണ്ടാക്കി അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് നിൽക്കുന്ന നിന്നോട് ഞാൻ മര്യാദക്ക് സംസാരിച്ചാൽ പോരെ. മര്യാദക്കെന്ന് പറയുന്നത് നിന്റെ പ്രസൻസിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അത്രയേ ഉള്ളൂ കാര്യം. അതെ, ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പം എൻ്റെ ബോഡിയിലെ എനിക്കൊരു റിക്വയർമെന്റ് ഉണ്ടായ സമയത്താണ് ഞാൻ നാച്ചുറലി ഒരു ഭാഗമായിട്ട് എൻഗേജ്ഡ് ആകുന്നത്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫുഡ് ഞാൻ ഇന്ന് കഴിക്കുകയാണ്, അവിടെ എൻ്റെ ബോഡിയിൽ എനിക്ക് എന്തോ ആ ഫുഡിനോടൊരു താല്പര്യം തോന്നി, ഞാനത് കഴിച്ചു. അത് കഴിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലൊരു നല്ല അനുഭവം ഉണ്ടായി. അതായത് എൻ്റെ ശരീരത്തിന് ആ സമയത്ത് ആ ഫുഡ് ആവശ്യമായിരുന്നു. അത് ഞാൻ ഫുൾഫിൽ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ആ ഇതിൽ വന്നു. പക്ഷെ പിന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത പിന്നെ ഞാൻ തീരുമാനിക്കുവാണ് എല്ലാ ദിവസവും ഞാൻ ഈ ഫുഡ് കഴിക്കണം, അപ്പം എനിക്ക് ഈ അനുഭവം കിട്ടും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് കറക്റ്റ് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു തീരുമാനം എടുത്തു വെച്ചു. പിന്നെ ഈ ഫുഡ് എന്തിനാണെന്നോ അത് എന്നിൽ എന്ത് വർക്ക് ചെയ്യുന്നൊന്നും എൻ്റെ ഭാഗ്യമല്ല. ഞാൻ ഈ ഒരു തീരുമാനത്തിന് അതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് പലരും പലതിൻ്റെ വിക്ടിമായി പോകുന്നത്. അതായത് നമ്മളുടെ അനുഭവത്തെ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾക്കുണ്ടായ തടസ്സം മാറ്റാനുള്ള കാരണം പുറത്താകുകയും നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ തനിയെ തെളിച്ചുണ്ടാവും. ഇതെപ്പോഴും എനിക്കൊരു എന്തോ വീണപ്പോ ചക്ക വീണ മുമ്പിൽ അങ്ങനെ സംഭവിച്ചു. അതൊരു നാച്ചുറലായി സംഭവിച്ചു. ഇത് പിന്നെ എല്ലാ ദിവസവും എന്റെ ജോലി ചക്ക വെട്ടില്ല, അങ്ങനെ എപ്പോഴും ചാവും ചോറും. അതെ, ഇത് ചക്ക എല്ലാം താഴെ വീണു, പക്ഷെ മുയൽ ഒന്നും വീണില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മളുടെ ഇടയിൽ തലമുറകളായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ തലമുറകളായിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് മാറാൻ സാധിച്ചാൽ മതി. നമ്മൾ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനകത്ത് എന്താണ് സംശയിക്കാൻ? എന്താണ്? ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗത്ത് നമ്മൾ നന്നായിട്ട് തെളിഞ്ഞ് കാര്യങ്ങൾ കാണും. ആ തെളിച്ചം കൂടുന്തോറും നമ്മുടെ അനുഭവം കൂടും. നമ്മുടെ ശരീരത്തിൻ്റെ തെളിച്ചമാണ് നമ്മുടെ ജീവിതം.
എത്രത്തോളം നമുക്ക് നമ്മളെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അത്രയും ജീവിതം മെച്ചപ്പെടും. അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മളോട് സ്വയം ഒരു അഭിമാനവും ഒരു സ്നേഹവും തോന്നണമെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എനിക്ക് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചിട്ട് അത് മാറുമ്പം തന്നെ എനിക്ക് എന്നോടൊരു അഭിമാനം തോന്നാറുണ്ട്. അതായത് ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്കിത് മാറ്റാൻ സാധിച്ചു, എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കി എനിക്കതിൽ നിന്ന് മാറും. അല്ലാതെ ഞാൻ വലിയ കാര്യങ്ങൾ എവറസ്റ്റ് കീഴടക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു അഭിമാനമൊന്നുമല്ല. അതിനേക്കാൾ ചിലപ്പോൾ അത് ഞാൻ അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ അഭിമാനം നിമിഷം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ല കൊച്ചെ, ഈ ശരീരം ഇങ്ങനെയല്ലേ അവിടെ സൃഷ്ടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? അതല്ലേ നിന്റെ പ്രത്യേകത. ശരീരം എങ്ങനെയാണ് രൂപം കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ നമുക്ക് അനുഭവിക്കാനുള്ളത്. അല്ലാണ്ട് അച്ചീവ്മെന്റ് എന്താണ് നമുക്ക് അച്ചീവ്മെന്റ് ആയിട്ട് വേണ്ടത്? ഇതിങ്ങനെയാണ്, ഈ ശരീരം ഇങ്ങനെയാണ്, ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അതിന് നമ്മൾ തിരിച്ചറിയണം. ഇതിങ്ങനെയാണ്, അങ്ങനെയാണ്, എങ്ങനെയാണോ എന്നുള്ള ഭാഗം അങ്ങനെ തന്നെ തിരിച്ചറിയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇപ്പം ദാഹിക്കുന്നു, വെള്ളം കൊടുക്കണം അല്ലെ, ആ തിരിച്ചറിവ് ഉണ്ടായിട്ടല്ലേ വെള്ളം കുടിക്കുന്നത്. ആണ്. അത് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് ഒക്കെ ഉണ്ടല്ലോ, അത് ഇല്ലാത്തതുകൊണ്ടല്ല ആൾക്കാരെ സെൽഫ് റിയലൈസേഷൻ, ലവ് അല്ല, സെൽഫ് റിയലൈസേഷൻ ആണ് വേണ്ടത്. റിയലൈസേഷൻ അവിടെ ഒരു ലവ് വരുന്നില്ല. അല്ല, അത് ലവ് ഒരു കോൺസിക്വൻസ് ആണ്, അത് വലിയ കഥയില്ല. ഇതില്ലാത്തത് കൊണ്ടല്ലേ ആൾക്കാർ മറ്റുള്ളവരെ തേടി പോകുന്നത്. അവരുടെ നിന്ന് റെസ്പെക്ട് വേണം, അവരെന്നെ സ്നേഹിക്കണം, അവരെന്നെ കെയർ ചെയ്യണം എന്നൊക്കെയുള്ള ഭാഗത്തേക്ക് ഞാൻ എന്നെ കെയർ ചെയ്യാത്തപ്പോ മറ്റുള്ളവർ എന്നെ കെയർ ഞാൻ എന്നെ കെയർ ചെയ്യാത്തപ്പോ മറ്റുള്ളവർ എന്നെ കെയർ ചെയ്യണം. അത് കെയറിങ് എങ്ങനെ ഇരിക്കും? മനസ്സിലായ? അതവിടെയാണ് ഈ കളിപ്പ് മുഴുവൻ ഉണ്ടാകുന്നത്. എനിക്കെന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കെയർ ചെയ്യുന്നതാണ് എൻ്റെ ജീവിതം. എന്നെ കെയർ ചെയ്യുമ്പോഴും അവിടെ എന്താണോ ഉള്ളത് അതിങ്ങനെ ആയതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗം ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു അല്ലേ. നമ്മൾ ഈ പരിസരത്തിൽ നിന്ന് ചില സംഭവങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് സ്വീകരിക്കുന്നു. അത് നമ്മൾ എത്രത്തോളം തെളിയുന്നതിനനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗവും മെച്ചപ്പെടും. നമ്മൾ വൃത്തിയായിട്ട് അറിയുന്നത്. ഇപ്പം ചിലവർ മദ്യപിക്കുന്നു, മയക്കുമരുന്ന് എടുക്കുന്നു. കാരണം എന്താ? അവർ ആ രീതിയിലാണ് തിരിച്ചറിയുന്നത്. അല്ലാണ്ട് സ്വാഭാവികമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. മദ്യം കഴിച്ചാൽ അവർക്ക് അവരെ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അവരുടെ ശരീരം അത്രയും മരവിച്ചിരിക്കുവാണ്. അപ്പൊ അത്രയും കൂടിയതിനെ കിട്ടിയാലേ അവർക്ക് അവർ മനസ്സിലാക്കി. അതെ, ഇതിനകത്ത് നല്ല ശരിക്ക് മറ്റേ ആസിഡ് ഒഴിച്ചു കൊടുക്കണ പോലെ മിക്കവാറും ആൾക്കാരുടെ ശരീരമൊക്കെ ആ രീതിയിൽ ആയിപ്പോയി. അത്രയും തീവ്രമായിട്ടുള്ള എന്തെങ്കിലും സാധനം ചെന്നാൽ മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റുന്നു. പലരും ശരീരത്തിനെ കുറിച്ച് സംസാരിക്കുന്നതും അല്ലെ ശരീരത്തിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ എന്തെങ്കിലും ഒരു രോഗം വരണം. ഓക്കെ ഫൈൻ. എന്തെങ്കിലും ഒരു രോഗം വന്നാലേ ശരീരത്തിന് നമ്മൾ തിരിച്ചറിയുള്ളൂ. ഇല്ല, എല്ലാം സെറ്റാണ്. അതെ. അതായത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സ്വതന്ത്രനായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇത് നമ്മുടെ ശരീരം കൊണ്ട് ഇവിടെ വേറെ എന്താണ്ടൊക്കെ ഉണ്ടാക്കാൻ നടന്ന് ആ ഉണ്ടാക്കിയത് കൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടി ആ അംഗീകാരം വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് പാടുവിടുന്നു. ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് മറ്റുള്ളവരുടെ അംഗീകാരം. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്നവരല്ലേ. അവിടെ ഒരാളും മറ്റാൾക്ക് ഒരു അംഗീകാരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ജീവിതം എങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും ജീവിക്കേണ്ടതാണ്. അത് ധനികനെന്നോ കുറേ പുസ്തകം വായിച്ച അറിവുള്ളവനെന്നോ അങ്ങനെ പുസ്തകം വായിച്ച അറിവ് കിട്ടിയെന്നും പറഞ്ഞൊന്നും ആരും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നൊന്നുമില്ല. മനസ്സിലായി? അറിവില്ലാത്തവരും
സ്വസ്ഥതയ്ക്ക് യാതൊരു കുറവുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ശ്രദ്ധയോടുകൂടി നമ്മളുടെ ഒരു അവസരവും ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് ആ ജീവൻ്റെ സ്പന്ദനമാണ് നമുക്ക് നമ്മളെ ഇവിടെ നിലനിർത്തുന്നത്. അതനുഭവിച്ചാൽ പോരെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം മാനുഷികമായിട്ട്. ബാക്കി നമ്മളെ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കുമ്പോഴാണ് പണക്കാരനാണ് കുറച്ചും കൂടി നല്ല ജീവിതം, പാവപ്പെട്ടവന്റെ ജീവിതം വളരെ പ്രശ്നമുള്ളതാണ്, അവർക്ക് പൈസ ഇല്ല, അവർക്ക് സൗകര്യങ്ങളില്ല എന്നൊക്കെ. പക്ഷെ അനുഭവത്തിന്റെ കാര്യത്തിൽ വരുമ്പം എല്ലാവരും ഒരുപോലെ, വ്യത്യാസമൊന്നുമില്ല. പണക്കാരന്റെ അവസ്ഥ പണക്കാരന് മാത്രമേ അറിയത്തില്ല, അവര് ഏതെല്ലാം അല്ല പണക്കാരനെ പോലെ തന്നെയാണല്ല ചില സ്ഥാനത്തിരിക്കുന്ന ആളും ഈ സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യാൻ കിടന്ന് പാടുപെടുകയും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാൾ ഉണ്ടാക്കിയൊരു ധാരണയാണ്, ആ ധാരണ മാറിപ്പോകാതിരിക്കാൻ കിടന്ന് പാടുപെടുകയും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ക്ലബ് ഹൗസിൽ ഒരാൾ വന്നൊരു ദിവസം നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഒരു സ്വാമിയാണ്. അദ്ദേഹത്തിന് നേരിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും ഇയാളുടെ തനിനിറം അവിടെ വെളിപ്പെട്ട്. മറ്റേതൊരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ അയാൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുക്കി കൊടുക്കുകയും എന്നിട്ട് അവിടെ സ്ഥാനത്തിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യനെ പോലെ ക്ലബ് ഹൗസിൽ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഒരു ചുക്കും ഒരു കോപ്പും സാധാരണ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ പറയുന്ന വായിച്ച ഗ്രന്ഥത്തിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ പറയാൻ അറിയാവുന്നതിൻ്റെ പേരിൽ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി നടക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്തുണ്ട് സാധാരണ മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമില്ല. മനസ്സിലായി? സാധാരണ മനുഷ്യൻ്റെ ഭാഗത്തൊന്നുമില്ല. ഇദ്ദേഹം ഈ ഗ്രന്ഥം വായിച്ചിട്ട് അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ കളിയാക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ക്ലബ് ഹൗസിൽ വന്നിട്ട് ഞാൻ കണ്ട അതാണ്. മറ്റുള്ളവരെ അയാൾക്ക് നല്ല ഡീസൻ്റായിട്ട് നിന്ദിക്കാനായിട്ട് ഉള്ള കഴിവുണ്ട്. സ്വാമിയ അല്ലാണ്ട് വേറെ യാതൊന്നും ചെയ്യുന്നില്ല പാവം മനുഷ്യൻ. കാരണം ഇയാളുടെ ലോകപരിചയം കൊണ്ട് മറ്റുള്ളവരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യാൻ ഇയാൾക്ക് പറ്റുന്നത്, കൊച്ചാക്കാനായിട്ട് പറ്റുന്നത്. ഇയാളുടെ ഈഗോ ആണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്ക് അതിനകത്തുനിന്ന് ഓക്കെ, അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെങ്കിൽ അവർ ആ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ചെല്ലത്തുള്ളൂ. ഇപ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ ആ ഖുർആൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഭാഗത്തായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ ഹിന്ദുക്കളും അങ്ങനെ തന്നെ. ഇതെല്ലാം ഈ ബാക്ക്ഗ്രൗണ്ട് പ്രിഫറൻസിൻ്റെ ഭാഗത്താണ്. നമ്മളെല്ലാവരും ലൈഫ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരുമിക്കുകയല്ലേ. ഈ ലൈഫിനെ കാണാതെ ഇങ്ങനെയുള്ള ലേബലുകളുടെ പുറകെയാണ് പോകുന്നത് അല്ലേ. ഇപ്പം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഏത് പാർട്ടിയിലാണ്, എൻ്റെ പാർട്ടിക്ക് ചായയുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ അതിനകത്ത് ജീവൻ്റെ ഭാഗം ആരും പരിശോധിക്കുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. എൻ്റെ തീരുമാനം ശരിയാണ്, ഞാൻ ജീവിക്കുന്ന ഭാഗം ശരിയല്ലേ. അതിനെവിടെയാണ് ആരുമായിട്ടാണ് ഒരു വെറുപ്പ വിദ്വേഷമോ ഒരാളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുക ഒന്നും ആവശ്യമില്ലല്ല. ഒന്നും പിടിച്ചു വെക്കുക. മനുഷ്യർ സഹകരിക്കുന്ന എല്ലാവരും തമ്മിൽ, അതിനകത്ത് എന്താ ബുദ്ധിമുട്ടെന്താ? ഇവിടെ ഒന്നും നടക്കില്ല. എന്താണ് ഇവർ നടക്കില്ല നടക്കുമെന്നൊക്കെ പറയണത്? എല്ലാവരും നടക്കില്ലേ വേണ്ടത് നന്നായിട്ട്. അല്ലാണ്ട് നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ ഉള്ളിൽ ഇപ്പം നാട്ടുകാരിൽ ചില പ്രമാണിമാരുണ്ട്, അവരാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാണ്ട് ജീവൻ എല്ലാവരെയും ഒരുപോലെ നിലനിർത്തുന്നത്. ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ സവിശേഷത തിരിച്ചറിയുന്ന ആൾക്കാരാകുമ്പോൾ ഇത് കഴിയും. ഈ ലീഡർഷിപ്പിൻ്റെ അടിച്ചമർത്തൽ മാറും. അത് കറക്റ്റ്. കാരണം ഇവർ ഈ ഒരു രീതിയിൽ എത്തുമ്പം അതിന് കൂടെയുള്ള ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർ പിന്നെയും വളരുന്നത്. അതെ അതെ, ഇതിങ്ങനെയാണ്. ഇത് സത്യം ഇതല്ലേ. ഒരാളുടെ അണ്ടറിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, കറക്റ്റ് അവരോട് കറക്റ്റ് സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും റിയലൈസേഷൻ ഉണ്ടാവും. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഫലം പിടിച്ചിരുന്നിട്ട് നശിച്ചു പോകുന്നത്. എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? കാരണം ജീവൻ ഒരുപോലെയാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നത്. എങ്ങനെ? ജീവൻ എല്ലായ്പ്പോഴും ഒരുപോലെ.